ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അക്വാറ്റിക് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. KD പ്രസന്നൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ തലമുറയെ നീന്തൽ പഠിപ്പിക്കാനും സാധാരണ ജനങ്ങൾക്ക് നീന്തൽ പ്രാക്ടീസ് ചെയ്യാനും പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു അക്വാറ്റിക് അക്കാദമി എന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. MLA-മാർക്ക് അനുവദിച്ച ബജറ്റ് വിഹിതം തന്നെയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചത്. ഒരു വർഷം 10 കോടി രൂപയാണ് MLA-മാർക്ക് ബജറ്റ് വിഹിതത്തിൽ അനുവദിക്കുക. അതിൽ 2 കോടി രൂപ ഞാൻ നേരത്തെ പറഞ്ഞു, 7 കോടി രൂപ പൊതുകളിസ്ഥലത്തിന് വേണ്ടി മാറ്റിവെച്ചു. 2 കോടി രൂപ ഈ അക്വാറ്റിക് അക്കാദമിക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെച്ചു. അതിൻ്റെ നിർവഹണ ചുമതലയാണ് കേരളത്തിലെ കായിക വകുപ്പിനെ ഏൽപ്പിച്ചത്. ആരെ വേണമെങ്കിലും ഏൽപ്പിക്കാം, പക്ഷെ കായിക വകുപ്പാണ് ഏറ്റവും ഭംഗിയായി ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതുകൊണ്ട് കായിക വകുപ്പിനാണ് ഇതിൻ്റെ നിർവഹണ ചുമതല നൽകിയിട്ടുള്ളത്. കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കളിസ്ഥലങ്ങളും സജ്ജമാക്കിയത്. അതിൽ 4 കളിസ്ഥലങ്ങൾ ഇനി പൂർത്തീകരിക്കാനുണ്ട്. ഈ അക്വാറ്റിക് അക്കാദമി പൂർത്തീകരിക്കാനുണ്ട്. മറ്റെല്ലാം അവർ പൂർത്തീകരിച്ചതാണ്, ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞതാണ്. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാസ് സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ഷമീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് R വിനോദ്, വാർഡ് മെമ്പർ ഗീത എന്നിവർ പ്രസംഗിച്ചു.